BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീകൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി. പാലക്കാട് സ്വദേശി പരാതി നൽകിയത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജിക്ക്. ന്യൂസ് കൊടുത്തിരിക്കുന്നത് മീഡിയ വൺ. എന്തായാലും ഈ ഒരു വാർത്ത വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ BJPയുടെ ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രംഗത്ത് വന്നിരുന്നു. 2002 കുടുംബപരമായിട്ടുള്ള ഒരു വഴക്ക് കോടതിയിൽ എത്തിയിരുന്നു. അത് കോടതിയിൽ വെച്ച് തന്നെ ഒത്തുതീർപ്പായി പോയതാണ് എന്ന തരത്തിലായിരുന്നു വാർത്ത വന്നത്. മീഡിയ വണ്ണിനെതിരെ ആശാൻ കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശ്രീകൃഷ്ണകുമാറിന്റെ വാദം പൊളിഞ്ഞു. ലൈംഗിക പീഡന പരാതി കോടതി തള്ളിയെന്ന് ചോദ്യങ്ങൾക്ക് പിന്നാലെ കോടതിക്ക് മുന്നിൽ പരാതി എത്തിയില്ല എന്നും വിശദീകരണം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ 24 മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. BJPയിൽ പീഡന പരാതി. ശ്രീകൃഷ്ണകുമാറിനെതിരെ പരാതിയുമായി എറണാകുളം സ്വദേശി. ഇനി എവിടൊക്കെ പൊങ്ങി വരുമോ എന്നൊക്കെ അറിയത്തില്ല. എന്തായാലും നമ്മുടെ കോൺഗ്രസിന്റെ യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ ഏറ്റവും കൂടുതൽ രംഗത്ത് വരുന്നത് BJPക്കാരാണ് കേട്ടോ. കാരണം അതിന്റെ BJPയുടെ എന്താ പറയുക ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന BJPയുടെ പാലക്കാടിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള യുവ കോമളൻ രംഗത്ത് വരുന്നത് നിങ്ങൾ കണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ട്രാൻസ്ജെൻഡറിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലെ. ഇനിയിപ്പം എന്തൊക്കെയാണ് ഇനി നമ്മളിവിടെ കേൾക്കാൻ കിടക്കുന്നത്. എന്തായാലും ഈ ഒരു പരാതി വന്നതിന്റെ തൊട്ടു പിന്നാലെ പത്രക്കാരും മാധ്യമങ്ങളൊക്കെ ഇപ്പൊ ഈ വാർത്തയുടെ പിന്നാമ്പുറം തേടിയുള്ള ഓട്ടത്തിലാണ്. അതിൻ്റെ ഇടക്കാണ് നമ്മുടെ കൃഷ്ണകുമാറിന് മാധ്യമങ്ങളുടെ മുമ്പിൽ കിട്ടുന്നത്. കൃഷ്ണകുമാർ പറയുന്നത് എന്താണ് എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം BJPയുടെ കരുത്തനായിട്ടുണ്ടായിരുന്ന അല്പം വിവരവും വിദ്യാഭ്യാസവും ബോധവും ഒക്കെ ഉള്ള ആളായിരുന്നു സന്ദീപ് വാര്യർ അല്ലെ. സന്ദീപ് വാര്യർ BJP എന്ന് പറയുന്ന ഈ വർഗീയ രാഷ്ട്രീയം വിട്ട് മതേതര പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗമായത് ഒരുപാട് സന്തോഷത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. എന്നാൽ അദ്ദേഹം ആ പാർട്ടിയിൽ വന്നതിന് ശേഷം മിണ്ടാതിരിക്കുന്നൊന്നുമില്ല. ശക്തമായ രീതിയിലാണ് BJP പ്രതിരോധിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് വരിക. കാരണം BJPയിൽ നിന്ന കാലം തൊട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരുപാട് സത്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ പുറത്ത് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം BJPയുടെ നേതാവ് സന്ദീപ് വാര്യർക്കെതിരെയും പരാതിയുമായിട്ട് പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ നാറിയ കഥകൾ പുകഞ്ഞ് പുറത്തു ചാടും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വന്നിട്ടുള്ള ഏത് വേട്ടാവളിയനാണേലും കൊള്ളാം, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇത് കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഉടനടിയാ. പണ്ടൊക്കെ പിന്നെ ആയിരുന്നു. ഇപ്പൊ അവിടെയും കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പടപടാന്ന് കിട്ടും കയ്യിൽ. എന്തായാലും നമുക്ക് ആദ്യം ഈ ഏമാൻ പറയുന്നത് എന്താണ് ഒന്ന് കേട്ടിട്ട് നമുക്ക് സന്ദീപ് വാര്യർ പറയുന്നത് കൂടെ ഒന്ന് കേട്ടോ. മാധ്യമങ്ങളെ കാണാൻ പേടിയില്ല, എന്റെ മടിയിൽ കനവില്ല, എനിക്ക് എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ഞാൻ കോടതി വിധി കാണിച്ചു തരാം. ഞാൻ ഇതിൽ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തെറ്റായ വാർത്ത കൊടുത്ത മീഡിയ വൺ ചാനലിനെതിരായിട്ട് ഞാൻ കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുക്കാൻ പോവാ. തെറ്റായ 2020 ഇതേ ചാനൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു. 2015 അന്നത്തെ മീഡിയ വണ്ണിന്റെ അന്ന് ഇവിടെ റിപ്പോർട്ടറായിരുന്ന ആള് ഇന്ന് കൊച്ചി ബ്യൂറോയിലുണ്ട്. അദ്ദേഹത്തിന് അറിയാലോ കേസ്. അപ്പോൾ തെറ്റായ വാർത്തകൾ ഒരു കഴമ്പുമില്ല. എനിക്ക് പേടിയില്ലല്ലോ. ഇതൊന്നും കാണിച്ചിട്ട് കോടതി വിധി ഞാൻ കാണിച്ചു തരാം. ഇതാ 2000 കാണാം നമുക്ക് ഇരിക്കാമല്ലോ. ഏതായാലും സുജയ, ഇപ്പോൾ കൃഷ്ണകുമാർ BJPയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കോടതി വിധികൾ ഉണ്ട്. അദ്ദേഹം ഇതിനുശേഷം ഈ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഈ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഈ മീഡിയ ബ്രീഫിംഗ് നടക്കുന്ന മീഡിയ റൂമിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലേ, മീഡിയ വണ്ണിനെതിരെ പരാതി കൊടുക്കും. ഇനിയിപ്പോ ഈ പരാതിക്കാരികൾ ഇനി നേരിട്ട് വന്നിട്ട് പറയോ ഇല്ലെന്നുള്ളതാണ് കേരള പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്. ഇനി നമുക്ക് എന്താണെങ്കിലും സന്ദീപ് വാര്യർ പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സന്ദീപ് വാര്യർ കേൾക്കാമോ? ഓക്കെ. ശ്രീകൃഷ്ണകുമാറുമായി അല്പസമയം മുമ്പ് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പൊതുവെ അഭിപ്രായപ്പെടുന്നത് പോലെ ഇതൊരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ്. പക്ഷേ ഈ ലൈംഗികാരോപണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതും കോടതിയുടെ പരിഗണനയിൽ വന്നതാണ്, കോടതി തള്ളിക്കളഞ്ഞതാണ് എന്നുള്ളതാണ്. ഈ വിവരവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണകുമാറിനെതിരെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങ് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഈ കേസ് കോടതി കുറ്റവിമുക്തമാക്കിയ ഒരു കേസാണോ? അതാണോ ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് വലിയ ബോംബ് എന്ന നിലയ്ക്ക്? നോക്കൂ, എങ്ങനെയാണ് ഒരു ലൈംഗിക പീഡന കേസും സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസും ഒരേപോലെ ഒരു കോടതി പരിഗണിക്കുക? കോടതി പരിഗണിച്ചിട്ടുള്ളത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതി പരിഗണിച്ചിട്ടുണ്ടാവാം. ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതി പരിഗണിച്ചിട്ടുണ്ടാവാം. ഒരിക്കൽ പോലും ഈ ലൈംഗിക അതിക്രമ കേസ് കോടതിയിൽ പരിഗണിച്ചില്ല. അത് വ്യത്യസ്തമായി പരിഗണിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളെ ശ്രദ്ധയിൽ വരണ്ടേ? സ്വാഭാവികമല്ല, ഇത്രയും വലിയ പ്രമാദമായിട്ടുള്ള ഒരു ആൾക്കെതിരെ അത്തരത്തിലൊരു കേസ് വന്നെങ്കിൽ, അത്തരത്തിൽ കോടതിയുടെ പരിഗണന വന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടതല്ലേ? ഇവർ ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത്, ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചിട്ടുള്ളത് RSS നേതൃത്വത്തിന് മുന്നിലാണ്, BJP നേതൃത്വത്തിന് മുന്നിലാണ്.
സ്വാഭാവികമായിട്ടും അതിൽ നീതി ലഭിക്കാതെ വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇപ്പൊ വീണ്ടും പരാതി കൊടുക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, സി കൃഷ്ണകുമാർ പറയുന്നത്, സി കൃഷ്ണകുമാറിനെതിരെ സ്വത്ത് തർക്ക കേസ് എന്ന് പറയുന്നത് 244/2014 അദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണ കേസ് എന്ന് പറയുന്നത് 225/2015 എന്നാണ്. സ്വത്ത് തർക്കത്തിന് ശേഷം ഏതാണ്ട് ഒരു വർഷക്കാലത്തിന് ശേഷമാണ് ഈ ലൈംഗികാരോപണ കേസ് ഉണ്ടാകുന്നത് എന്നും അത് പ്രത്യേകം പരിഗണിച്ചതാണ് എന്നുമാണ്. അല്ല, അങ്ങനെ കോടതിയിലാണോ ലൈംഗിക പീഡന കേസുകൾ വരാറുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ട് അറസ്റ്റ് നടപടികളൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു കേസും വന്നിട്ടില്ല. വന്നത് മുഴുവൻ ഡൊമസ്റ്റിക് വയലൻസ് അടക്കമുള്ള, അതായത് മർദ്ദനം അടക്കമുള്ള കേസുകളാണ് വന്നിട്ടുള്ളത്. സെക്ഷൽ അസോൾട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അവരത്തിൽ കൊടുത്തിട്ടില്ല. ശരി, അങ്ങേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിനുശേഷം ഒരു ലൈംഗികാരോപണ പരാതി സി കൃഷ്ണകുമാറിനെതിരെ അന്വേഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിൽ ഉറച്ച വിശ്വാസമുണ്ട്. അത്തരമൊരു കേസ് അന്വേഷിക്കപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് യാതൊരു മൊഴിയും അവരിൽ നിന്ന് എടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ പോലീസ് വരുന്ന മൊഴി എടുക്കണ്ടേ? അത്തരത്തിലൊരു മൊഴി എടുത്തിട്ടില്ല. അവർ സംഘടനയ്ക്ക് മുന്നിൽ മാത്രമാണ് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത്. ഈ രാജീവ് ചന്ദ്രശേഖറിന് പരാതി കൊടുത്തത് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? അതിന്റെ ദിവസം സംബന്ധിച്ച് എനിക്കറിയില്ല. ഒരു പരാതി നേരത്തെ RSSുമായി ബന്ധപ്പെട്ടും BJPയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. അവരൊരു വളരെ കൃത്യമായിട്ട് പരാതി കൊടുക്കുകയും RSS BJP നേതൃത്വം ഇക്കാര്യത്തിൽ നടപടി എടുക്കാമെന്നും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചതാണ്. അവർ ഒരുപാട് കാര്യം ആശ്വസിപ്പിച്ച് നിർത്തിയതാണ്. അത് സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു കാര്യം കൂടി പറയാം. ഈ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ സത്യാവസ്ഥ അവർക്ക് ബോധ്യമുണ്ട് എന്ന് എനിക്കറിയാം. ഈ കുട്ടിയെ അതുപോലെ ഇപ്പൊ പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ ഞാൻ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ കൃഷ്ണകുമാർ പറയുന്നതുകൊണ്ട് പറയുകയാണ്, സുരേഷ് ഗോപി ഈ ഇരയ്ക്ക് ചികിത്സാ സഹായം കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഇദ്ദേഹം ക്രൂരമായി ആക്രമിച്ച് നാട്ടിൽ തകർക്കുന്ന രീതിയിൽ ആക്രമിച്ചതിന്റെ ഭാഗമായി ആശുപത്രി കിടന്നപ്പോൾ സുരേഷ് ഗോപിയാണ് ചികിത്സാ സഹായം കൊടുത്തത്. ഇതൊക്കെ നിഷേധിക്കാൻ കഴിയും? പക്ഷെ അല്ല, ഇതൊക്കെ ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് ഇതൊന്നും സന്ദീപ് വാര്യർ പറയുന്നു എന്നുള്ളതുകൊണ്ട് അംഗീകരിക്കണമെന്നില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖറിന് പുതുതായി ഈ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട്, ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് സന്ദീപ് വാര്യർക്ക് വിവരമുണ്ട് എന്നാണ് അങ്ങ് അവകാശപ്പെടുന്നത്. അല്ല, പരാതി പുറത്തു വന്നല്ലോ. ഇനിയിപ്പോൾ എനിക്ക് വിവരം ഉണ്ടോ ചോദിച്ചെന്താ കാര്യം? പരാതി ഉണ്ട് എന്നുള്ളത് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. രണ്ട്, ഇതിൽ ന്യായങ്ങളൊക്കെ കോടതിയുടെ മുന്നിലോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലാണല്ലോ പരിശോധിക്കപ്പെടേണ്ടത്. പരാതി വന്നിരിക്കുന്നു. പരാതി എന്താണ്? ഒരു ലൈംഗിക പീഡന പരാതിയാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ചുള്ള മാതൃകാപരമായിട്ട് നിലപാടുണ്ട്. അവിടെ പിന്നെ ഞങ്ങൾ എവിടെയും അതിന്റെ ഓതന്റിസിറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലോ പരിശോധിച്ചത്. അവിടെ ഒരു പരാതി വന്നു. സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തന പരാതി വന്നപ്പോൾ നടപടിയെടുത്തു. ഇനി BJP ആ മാതൃക പിന്തുടരുന്നത് മാത്രമാണ് അറിയേണ്ടത്. അതോ കൃഷ്ണകുമാറിന് ന്യായീകരിക്കാനും നുണ പറയാനും പിടിച്ചു നിൽക്കാനും വേണ്ടി വീണ്ടും അവസരങ്ങൾ കൊടുക്കുമെന്ന് മാത്രമാണ്. കൃഷ്ണകുമാറിനെതിരെ ഒരു പരാതി അല്ല കേട്ടോ. ഇപ്പം എറണാകുളത്തും ഒരു യുവതി പീഡന പരാതി കൊടുത്തിട്ടുണ്ടെന്ന വാർത്തകൾ കണ്ടു. സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് ജില്ലയിൽ BJPയുടെ ഒരു വലിയ ശക്തി പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വളരെ വിശദമായി അറിയേണ്ടതുണ്ട്. ഏതായാലും കേരളത്തിലെ സഹോദരിമാരുടെ മാനം കാക്കാൻ ഇറങ്ങിയിട്ടുള്ള തമ്പ്രാന്മാരെന്നും ഇനി ഈ ഒരു വിഷയത്തിൽ ഇറങ്ങുമോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. തമ്പ്രാ, നിങ്ങൾ സഹോദരിമാരുടെ മാനം വെച്ച് കളിക്കരുത് കേട്ടോ. അത് സ്വന്തം നേതാക്കന്മാരാണെങ്കിലും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം നിങ്ങൾ കെടുത്തിക്കളയരുത്. ഞാനിത് പറയുന്നത് അവിടുത്തെ കോമളൻ, ജിമ്മൻ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ BJPയുടെ നേതാവിനോടാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു, കേരള രാഷ്ട്രീയം കുഴഞ്ഞു മറിഞ്ഞ് കൂഴച്ചൊക്കെ പരിപാടിയിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളവർ സജീവമായി ഇതിൻ്റെ പിന്നിലും വരും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും